കോഴിക്കോട് എലത്തൂർ പത്രിക സമർപ്പണത്തിൽ നാടകീയത. എൻസിപി അജിത് പവാർ വിഭാഗം പ്രതിനിധിയായ ശശീന്ദ്രൻ എന്ന ആളുടെ പത്രിക വരണാധികാരി ആദ്യം സ്വീകരിച്ചു. ചില എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് പുനഃപരിശോധനയ്ക്കായി വീണ്ടും വിളിച്ചു വരുത്തി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. രസീത് കൊണ്ടുപോയത് സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കില്ല എന്ന് വരണാധികാരി. രേഖകൾ മോഷ്ടിച്ചതിൽ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രമ്യ ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, എന്താണ് സംഭവം? വലിയ നാടകീയ നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പറയൂ രംഗം. രാഖി ഇന്ന് പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു നാടകീയ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇടതുപക്ഷ പ്രതിനിധിയായി എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നിലവിൽ മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രനാണ്. കൂടാതെ തന്നെ നിലവിൽ എൻസിപി നിന്നും അജിത് പവാർ വിഭാഗം പ്രതിനിധിയായി പി കെ ശശീന്ദ്രൻ എന്ന ആൾ കൂടി മത്സരരംഗത്തുണ്ട്. ഇത്തരത്തിൽ ഈ ശശീന്ദ്രന്റെ പത്രിക വരണാധികാരി സ്വീകരിച്ചിരുന്നു. ഇതിനിടയിൽ ചില എതിർപ്പുകളൊക്കെ ഉയർന്നിരുന്നെങ്കിലും ഇതിന്റെ പരിശോധനയ്ക്കായി ഇന്ന് മാറ്റിവെക്കുകയായിരുന്നു. വീണ്ടും ഇത് പുനഃപരിശോധനയ്ക്കായി വിളിച്ചു ചേർത്ത ഘട്ടത്തിൽ രണ്ട് വിഭാഗവും ഇവിടെ വരണാധികാരിക്ക് മുന്നിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ പത്രികയിൽ നിന്നും രസീത് എടുത്തുകൊണ്ട് ഒരാൾ പുറത്തേക്ക് ഓടുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ പറയുന്നത് പി കെ ശശീന്ദ്രൻ വിഭാഗം തനിക്ക് ബന്ധമില്ലാത്ത ആളാണ് ഇത്തരത്തിൽ ഈ ഒരു രസീതുമായി പുറത്തേക്ക് പോയത് എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥലത്തെ അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഈ രസീത് കൊണ്ടുപോയത് സ്ഥാനാർത്ഥിയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരണാധികാരി കൂടി പറഞ്ഞിട്ടുള്ളത്. ഈ രേഖകൾ മോഷ്ടിച്ചതിനെ തുടർന്ന് കളക്ടർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിട്ടുണ്ട്. രാഖി. ശരി രമ്യ.